ഉയർന്നു നിൽക്കുന്ന രണ്ട് വിവാദ വിഷയമാണ്. ഒന്ന് രാഹുൽ മാങ്കൂട്ടവും മറ്റൊന്ന് ശബരിമല. ഈ അടുത്ത ദിവസം മാങ്ങാണ്ടി ശബരിമല ദർശനം നടത്തി. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ആ ദൃശ്യം നോക്കി. മുൻപെങ്ങും നിങ്ങൾ ഇങ്ങനെ ഒരു ദൃശ്യം കണ്ടിട്ടില്ല. ഇങ്ങനെ രാഹുൽ മാങ്കൂട്ടം ശബരിമല ദർശനം നടത്തുന്നത്. പത്തനംതിട്ട ജില്ലക്കാരനായിരുന്നു. പക്ഷെ ഇതുവരെ ശബരിമല ദർശനമേ നടത്തിയിട്ടില്ല. പക്ഷെ അദ്ദേഹം ചെയ്ത അല്ലെങ്കിൽ സ്വന്തം കയ്യിരിപ്പ് കൊണ്ട് അസാധാരണമായ ഒരു പ്രതിസന്ധിയിൽ ചെന്നപ്പെട്ടപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ചിലർ കവചമായി ഉപയോഗിക്കുന്നത് എന്താണ്? ഇതുപോലുള്ള വിശ്വാസമാണ്, അയ്യപ്പനാണ്. പക്ഷെ അയ്യപ്പന്റെ അടുത്ത് എന്ത് തെമ്മാടിത്തവും ചെയ്തിട്ട് ചെന്നാൽ അവിടെ രക്ഷാകവചം ഉണ്ടാകില്ല എന്നതാണ് ഇന്നലെ പുറത്തുവന്നതാണ്. ആ അയ്യപ്പ ദർശനം അവിടെ പോയി അദ്ദേഹം വലിയ പ്രതിസന്ധിയിലായിരുന്നു കുറെ കാലം. അതായത് ഈ പെൺകുട്ടിയുടെ ഓഡിയോ പുറത്തു വന്നപ്പോഴത്തേക്കും തന്റെ രാഷ്ട്രീയ ഭാവി തകരാൻ പോകുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് രാഹുൽ മാങ്കൂട്ടം അയ്യപ്പനിലേക്ക് ആശ്രയിച്ചത്. അല്ലെങ്കിൽ തന്റെ ഈ ഊരാക്കുടുത്തിൽ നിന്ന് തനിക്ക് രക്ഷപ്പെടാനായിട്ട് ഇനി വഴി ഒരു വിശ്വാസമാണ്. അവിടെ പോയി വേണ്ട പൂജകൾ ചെയ്തതിനു ശേഷവും ഒടുവിൽ ആ പെൺകുട്ടി പുറത്തു വന്നിട്ട് പരാതി കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി. എന്ത് മനസ്സിലായി? അയ്യപ്പൻ എന്ന് പറയുന്ന ആ ഒരു പ്രതീകം, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വാസത്തിന്റെ ഭാഗമായി ഉപയോഗിക്കുന്ന ആ ഒരു വിഗ്രഹം, അതൊരിക്കലും തെറ്റുകൾക്കൊപ്പം നിൽക്കില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. എന്ത് പോക്കൃത്തനോ എന്ത് തോന്നിവാസവും ചെയ്തതിനു ശേഷം നേരെ ശബരിമലയിൽ പോയി അയ്യപ്പന്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ, ഈ അയ്യപ്പന്റെ അടുത്ത് പോയി കഴിഞ്ഞതിന് ശേഷമാണ് അവിടെ നിന്ന് സ്വർണ്ണക്കടത്ത് വിവാദം വരുന്നത്. കാര്യം അവിടെ ഈ മാങ്ങാണ്ടി പോയത് കൊണ്ട് ഇങ്ങനെ ഒരു വിവാദം ഉയർന്നു വന്നപ്പോൾ താൻ രക്ഷപ്പെട്ടു, തന്റെ മേൽ ഉയർന്നു വന്ന ആ ലൈംഗിക പീഡന ആരോപണം അയ്യപ്പനിലൂടെ രക്ഷപ്പെട്ടു എന്നൊക്കെ ചിലർ പ്രചരിപ്പിക്കുന്നത്. ഇപ്പൊ എന്തായി? അതാണ് പറയുന്നത്. നമ്മൾ ചെയ്തിട്ടുള്ള പ്രവർത്തനം അത് നീതിക്ക് നിരക്കാത്തതാണെങ്കിൽ, മനുഷ്യത്വ വിരുദ്ധമാണെങ്കിൽ, ഒരിക്കലും നമുക്ക് നമ്മുടെ ആ പ്രവൃത്തി കൊണ്ട് മറ്റുള്ളവർ വല്ലാതെ വിഷമിച്ചിട്ടുണ്ടെങ്കിൽ, അവർ കണ്ണീരൊഴുക്കിയിട്ടുണ്ടെങ്കിൽ ആ കണ്ണീരിന് വില പറയേണ്ടി വരും. അതിന് ഒരു അയ്യപ്പനും നിങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. നേരത്തെ ദിലീപും ഇതുപോലൊരു പീഡന ആരോപണം നേരിട്ടതിന് ശേഷം ശബരിമല ദർശനം നടത്തുന്നുണ്ട്. കാര്യം ഇങ്ങനെ പീഡന പ്രവർത്തികളെല്ലാം ചെയ്തതിനു ശേഷം അവർക്കെല്ലാം ആശ്രയവും അവരെല്ലാം രക്ഷകരായി കാണുന്നത് അയ്യപ്പനെ ആണെങ്കിൽ പോലും അവിടെ പോയത് കൊണ്ടൊന്നും ഒരു കാര്യമില്ല. അപ്പോ മാങ്ങാണ്ടിയുടെ ഉദാഹരണം കണ്ടിട്ട് ശബരിമലയിലേക്ക് പോകേണ്ട ഒരു കാര്യം, നിങ്ങളുടെ പ്രവൃത്തി എന്തായിരിക്കണം? നല്ലതാണെങ്കിൽ മാത്രമേ നിങ്ങൾ അവിടെ ദർശനത്തിന് പോയിട്ടോ അല്ലെങ്കിൽ അവിടെ പോയി ആ ഭക്തിസാന്ദ്രമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്തതുകൊണ്ട് ഗുണമുണ്ടാകുള്ളൂ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം അയ്യപ്പൻ തന്നെ തുറന്നു കാട്ടുകയാണ്. അല്ലെങ്കിൽ ഇതുപോലൊരു ദ്രോഹം ചെയ്തതിന് ശേഷം, ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ തീരാ കണ്ണീര് കൊടുത്തതിന് ശേഷം ആത്മഹത്യാ ഭീഷണി മുഴക്കി അവരെ കൊണ്ട് 4 മാസമായ ഒരു പെൺകുട്ടി